ഞാൻ ഇപ്പോഴും എന്ത് കാണിച്ചാലും എന്നെ തല്ലാൻ വരുന്നതാണ് പപ്പ. അതാണ് എന്റെ പപ്പ. പപ്പയോട് ഞാൻ വളരെ സ്നേഹിക്കുന്നു. എന്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് ഞാൻ ഇന്ന് ഈ സീറ്റിൽ ഇരിക്കാൻ ഞാൻ യോഗ്യതയുള്ളവളായിരിക്കുന്നു. അതുപോലെ എനിക്ക് എൻ്റെ പപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. പപ്പ ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഞാൻ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം എൻ്റെ മൂത്ത മോൻ വലിയ കുട്ടിയാണ്. എൻ്റെ ഇളയ മകനെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എൻ്റെ പപ്പായമ്മ. എൻ്റെ പപ്പ എൻ്റെ കുഞ്ഞിനെ ഞാനിപ്പോൾ ഇവിടെ വീട്ടിലില്ലാത്തതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഇപ്പോഴും പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് ബാത്റൂമെല്ലാം കൊണ്ട് അവനെ ഒരുക്കി സ്കൂളിൽ വിടുന്നതും എൻ്റെ പപ്പയാണ്. അതുപോലെ എൻ്റെ പപ്പ പൊന്നുപോലാണ് കുഞ്ഞിനെ നോക്കുന്നത്. ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതും അതുപോലെ ഓരോ ഷൂട്ടിന് പോകുന്നത്. കാരണം എൻ്റെ പപ്പ വീട്ടിലുള്ളതുകൊണ്ടാണ്. പപ്പ പൊന്നുപോലാണ് എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്. അപ്പോൾ അവന് എൻ്റെ കൂടെ ഉറങ്ങാൻ വന്ന അമ്മ ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ കൂടെ ആണ് പോകുന്നത്. അപ്പോൾ അത്രയ്ക്കും സ്വാധീനം എന്നിൽ സ്വാധീനം ചെലുത്തിയ പോലെ എൻ്റെ പപ്പ എൻ്റെ കുഞ്ഞിലും അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതായത് ഒരു അപ്പച്ചൻ എന്ന നിലയിലും പപ്പ ഹീറോയാണ്, ഒരു അച്ഛൻ എന്ന നിലയിലും എൻ്റെ പപ്പ ഹീറോ ആണെന്ന് തന്നെ